നമസ്കാരം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ട ഒരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ അത് കുംഭക്കൂറുകാരാകും. അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ചില്ലറയല്ല. എപ്പോഴാണ് ഇതിനൊരു അവസാനമുണ്ടാവുക? എന്നാൽ സന്തോഷിച്ചോളൂ, നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. 2026 കടക്കുമ്പോൾ ഗ്രഹനിലയിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ കാരണം കുംഭക്കൂറുകാർക്ക് രാജയോഗ സമമായ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഇത്രയും നാൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ദൈവം തരുന്ന സമ്മാനമായിരിക്കും വരാൻ പോകുന്ന വർഷം. നിങ്ങളുടെ വീട്ടിൽ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ആ വീടിൻ്റെ ഐശ്വര്യം തിരികെ വരികയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത്? വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണ് 2026 കുംഭക്കൂറുകാർക്ക് പ്രധാനമാകുന്നത്? ശനി, വ്യാഴം, രാഹു ഈ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായി തീരുന്നു. കുംഭക്കൂറുകാർക്ക് 2026 ഏറ്റവും അധികം ഭാഗ്യമാണ് നൽകുന്നത്. കുംഭൻ രാശിയുടെ നാഥൻ ശനി ഭഗവാനാണ്. ശനി സ്വന്തം രാശിയിൽ നിൽക്കുന്ന സമയമാണിത്. ശനി ബലവാനായി നിൽക്കുമ്പോൾ നീതിമാന്മാരായ ആളുകൾക്ക് ശനി വാരിക്കോരി നൽകും എന്നാണ് പ്രമാണം. ഇത്രയും നാൾ ശനി നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു. ഇനി ആ പരീക്ഷയിൽ ജയിച്ചവർക്ക് സമ്മാനം നൽകുന്ന സമയമാണ്. കൂടാതെ 2026 വ്യാഴത്തിൻ്റെ അനുകൂലമായ മാറ്റം കൂടി വരുന്നതോടെ ധനയോഗം അല്ലെങ്കിൽ സാമ്പത്തികമായ വലിയൊരു കുതിച്ചുചാട്ടം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും. കടങ്ങൾ തീരും, രോഗങ്ങൾ മാറും, ശത്രുക്കൾ മിത്രങ്ങളാകും. ഇനി നമുക്ക് ഓരോ നക്ഷത്രത്തെയും എടുത്ത് വിശദമായി പരിശോധിക്കാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ച്, ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ, ചെയ്യേണ്ട വഴിപാടുകളൊക്കെയും നമുക്ക് കൃത്യമായി അറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. കുംഭക്കൂറിൽപ്പെടുന്ന അവസാന പകുതി അവിട്ടം നക്ഷത്ര ജാതകർക്ക് 2026 ഒരു തിരിച്ചുവരവിൻ്റെ വർഷമാണ്. ചൊവ്വയുടെ നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇവർക്കിനി ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. ഭൂമി ലാഭം. സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വലിയ ലാഭം കൊയ്യുക തന്നെ ചെയ്യും. സഹോദരങ്ങളിൽ നിന്നുണ്ടായിരുന്ന തർക്കങ്ങൾ മാറി അവരിൽ നിന്നും സഹായം ലഭിക്കും. യൂണിഫോം ധരിച്ചുള്ള ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് നിയമനം ലഭിക്കും. അവിട്ടം നക്ഷത്ര ജാതകർക്ക് ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയസാധ്യത കൂടുതലാണ്. ഏതായാലും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണ് അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഇനി വരാനിരിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും അവിട്ടം നക്ഷത്ര ജാതകർ എത്തുക തന്നെ ചെയ്യും. ഇനി ഇവരുടെ ഏറ്റവും നല്ല സമയമാണ്. കടങ്ങളൊക്കെ മാറുന്നു, ജീവിതത്തിൽ വലിയ ഉന്നതി വന്നു ചേരുന്നു, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നു. അവിട്ടം നക്ഷത്രക്കാർക്ക് പൊതുവെ സമയം നല്ലതാണെങ്കിലും ചിലർക്ക് വിവാഹം വൈകുകയോ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളോ കാണാറുണ്ട്. ഇത് ചൊവ്വാദോഷം കാരണമാകാം. അതുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ അറിയാൻ മടിക്കാതെ ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കൂ. നിങ്ങളുടെ ജനന തീയതിയും സമയവും അയച്ചാൽ മാത്രം മതി. വളരെ കുറഞ്ഞ ഫീസിൽ ജാതകം നോക്കി പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്. നമ്പർ സ്ക്രീനിൽ കാണാം. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. തുറന്നടിച്ച് സംസാരിക്കുന്ന രീതി കഴിവതും നിയന്ത്രിക്കുക. വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക. താൽക്കാലിക ലാഭം മാത്രം പ്രതീക്ഷിച്ച് ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. രാഹുവിൻ്റെ നക്ഷത്രമാണ് ചതയം.
കുംഭക്കൂറുകാരിൽ ഏറ്റവും കൂടുതൽ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ ലഭിക്കാൻ പോകുന്നത് ചതയം നക്ഷത്ര ജാതകർക്കാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ച് വിസ തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് 2026 യാത്ര ഉറപ്പാണ്. അവിടെ സ്ഥിരതാമസമാക്കാനുള്ള യോഗം ഇവർക്ക് ലഭിക്കും. 100 വൈദ്യന്മാരുടെ നക്ഷത്രമാണ് ചതയം. വിട്ടുമാറാത്ത രോഗങ്ങൾ അലട്ടിയിരുന്നവർക്ക് അത്ഭുതകരമായ സൗഖ്യം ലഭിക്കുന്നു. ആരും അറിയാത്ത വഴികളിലൂടെ അല്ലെങ്കിൽ ചിട്ടി, ഷെയർ മാർക്കറ്റ് എന്നിവയിലൂടെ വലിയൊരു തുക കയ്യിൽ വന്നു ചേരുന്ന സമയമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ശത്രുക്കൾ ഇല്ലാതാകും. നിങ്ങളെ കുഴിയിൽ ചാടിക്കാൻ നോക്കിയവർ തന്നെ നിങ്ങളെ ബഹുമാനിക്കുന്ന കാലമാണ് വരുന്നത്. ഏതായാലും ഒരുപാട് നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ചതയം നക്ഷത്ര ജാതകർക്ക്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ചതയം നക്ഷത്രക്കാർക്ക് വിദേശയാത്രയ്ക്കും ധനത്തിനും നല്ല സമയമാണ്. പക്ഷേ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്, ഇതിൽ എവിടെയെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ എങ്കിൽ അത് ജാതകത്തിലെ രാഹുവിൻ്റെ സ്ഥാനം കൂടി നോക്കി പരിഹരിക്കേണ്ടതാണ്. സംശയങ്ങൾ എന്തുതന്നെയായാലും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യൂ. കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല, മെസ്സേജിന് മറുപടി ഉറപ്പായും തരും. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. കുംഭക്കൂറിലെ ആദ്യ 3 പാദങ്ങൾ. വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ് പൂരുരുട്ടാതി. കുംഭക്കൂറിൽ പെടുന്ന പൂരുരുട്ടാതിക്കാർക്ക് 2026 ജ്ഞാനവും ധനവും നൽകുന്ന വർഷമാണ്. ഗുരുവിൻ്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് സാമ്പത്തികമായി വലിയ ഭദ്രത കൈവരിക്കും. സ്വർണം വാങ്ങിക്കൂട്ടാൻ യോഗമുണ്ട്. ബാങ്ക്, അധ്യാപനം, IT മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷനും ശമ്പള വർധനവും ലഭിക്കും. മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ വകയുണ്ടാകും. അവരുടെ വിവാഹം, വിദ്യാഭ്യാസം എന്നിവ മംഗളകരമായി നടക്കും. പൂരുരുട്ടാതിക്കാർക്ക് ദൈവാനുഗ്രഹം ഏറ്റവും കൂടുതൽ ഉള്ള സമയമാണ്. തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തും. ഈ 3 നക്ഷത്രങ്ങളും അവിട്ടവും ചതയവും പൂരുരുട്ടാതിയും കുംഭക്കൂറിലാണ് വരുന്നത്. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ? പൊതുവായ ഫലം ഇതാണെങ്കിലും നിങ്ങളുടെ ജാതകത്തിലെ ദശാകാലം മോശമാണെങ്കിൽ കിട്ടേണ്ട ഭാഗ്യം കുറഞ്ഞു പോകും. അതുകൊണ്ട് 2026 നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കുമെന്ന് കൃത്യമായി അറിയാൻ വർഷഫലം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. പ്രിയപ്പെട്ട കുംഭക്കൂറുകാരെ, കഷ്ടപ്പാടിൻ്റെ വലിയൊരു മല നിങ്ങൾ കയറിക്കഴിഞ്ഞു. ഇനി ഇറക്കമാണ്, സുഖമാണ്. 2026 നിങ്ങൾക്ക് രാജയോഗം നൽകുമെങ്കിലും ശനി ഭഗവാന്റെ രാശിയായതുകൊണ്ട് അഹങ്കാരം പാടില്ല. വിനയത്തോടെ ഇരിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ, അയ്യപ്പനെ പ്രാർത്ഥിക്കുകയോ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുകയോ ചെയ്യുന്നത് ഈ രാജയോഗത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് രേഖപ്പെടുത്തുക. എല്ലാ കുംഭക്കൂറുകാർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാതകം നോക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്പർ സേവ് ചെയ്യുക, വാട്സാപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.